നാം എല്ലാവരും ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നവരാണ്. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ ബാങ്കിൽ പണം നിക്ഷേപിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക എല്ലാ കാലത്തും എല്ലാവർക്കും ഉണ്ട്. 2026 ജനുവരി 1 മുതൽ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പരിധി ഉണ്ട് എന്നുള്ള ധാരണയിൽ ഉള്ളവരാണ് നാം എല്ലാവരും. 10 ലക്ഷം രൂപക്ക് മുകളിൽ ക്യാഷായി ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതിന് പരിധിയില്ല. ഒരു നിശ്ചിത തുക മാത്രമേ നിക്ഷേപിക്കാവൂ എന്നതിനെക്കുറിച്ച് റിസർവ് ബാങ്കിനോ ഇൻകം ടാക്സിനോ യാതൊരുവിധ നിബന്ധനകളോ പരിധികളോ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 10 ലക്ഷമോ അതിൽ കൂടുതലോ ഉള്ള തുകകൾ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്നൊരു റൂളില്ല. എത്ര പണം വേണമെങ്കിലും അക്കൗണ്ടിൽ നിക്ഷേപിക്കാം എന്നർത്ഥം. പക്ഷെ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് വ്യക്തമായ രേഖകൾ ഉണ്ടായിരിക്കണം. നമ്മൾ നിക്ഷേപിക്കുന്ന തുക ലീഗൽ എമൗണ്ട് ആയിരിക്കണം. പണത്തിന്റെ ഉറവിടം നമ്മൾ കൃത്യമായി കാണിക്കുകയും വേണം. ഇത്തരത്തിൽ സോഴ്സ് കാണിച്ച ലീഗലായ തുക എത്ര വേണമെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ ആരെങ്കിലും 10 ലക്ഷമോ അതിൽ കൂടുതലോ തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ ആ വിവരം ഇൻകം ടാക്സിനെ ബാങ്ക് അറിയിക്കണം എന്നൊരു നിബന്ധന നേരത്തെ ഉണ്ടായിരുന്നു. പുതിയ ആദായ നികുതിയിലെ ഇളവ് കാരണം ആ പരിധി ഇപ്പോൾ ഉയർന്നിട്ടുണ്ടാകും. 12.25 ലക്ഷം വരെ ഇനി ആദായ നികുതി ബാധകമല്ല. എന്നാൽ ഒരു സ്ഥാപനത്തിന്റെ കറന്റ് അക്കൗണ്ടിലാണ് എങ്കിൽ ആ പരിധി 50 ലക്ഷമോ അതിൽ കൂടുതലോ ആണ്. ആ പരിധിയിലുള്ള തുക സ്ഥാപനത്തിന്റെ കറന്റ് അക്കൗണ്ടിൽ വന്നാലും ബാങ്ക് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം എന്നതാണ് ചട്ടം. ഇങ്ങനെയുള്ള വിവരങ്ങൾ ബാങ്ക് ഇൻകം ടാക്സിനെ അറിയിക്കുന്ന പക്ഷം ഇൻകം ടാക്സിൽ നിന്നും അക്കൗണ്ട് ഉടമയ്ക്ക് ലെറ്റർ ലഭിക്കുന്നതാണ്. ഇങ്ങനെ ലെറ്റേഴ്സ് വന്നാൽ ആ ലെറ്റർ അവഗണിക്കരുത്. ലെറ്റർ വന്നാൽ നമ്മുടെ പണത്തിന്റെ സോഴ്സ് കാണിച്ച് എത്ര തുക വേണമെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാനാകും. ഒരാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടോ ഉണ്ട് എങ്കിൽ എല്ലാ അക്കൗണ്ടിൽ കൂടിയോ അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ സാമ്പത്തിക വർഷം, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 10 ലക്ഷമോ അതിൽ കൂടുതലോ വന്നിട്ടുണ്ട് എങ്കിലാണ് ബാങ്ക് ആ വിവരം ഇൻകം ടാക്സിനെ അറിയിക്കേണ്ടത്. ഇങ്ങനെ വിവരം ബാങ്ക് കൈമാറിയാൽ ഇൻകം ടാക്സിൽ നിന്നും ഇതിന്റെ സോഴ്സ് അന്വേഷിച്ച് നോട്ടീസ് വരും. പണം ലീഗലാണെങ്കിലും നിങ്ങൾക്ക് സോഴ്സ് കാണിക്കാൻ കഴിയും എങ്കിലും നിങ്ങൾക്ക് പണത്തിന്റെ ഉറവിടം കാണിച്ചുകൊണ്ട് വീണ്ടും അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ്. എന്നാൽ ക്യാഷിന് വ്യക്തമായിട്ടുള്ള രേഖകൾ കാണിക്കാൻ കഴിയാതെ വരികയാണ് എങ്കിൽ നിങ്ങൾ നിയമ നടപടികൾ നേരിടേണ്ടി വരും. വ്യക്തിയുടെ സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെ സ്ഥാപനങ്ങളുടെ കറണ്ട് അക്കൗണ്ടുകളിൽ അത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒറ്റ അക്കൗണ്ടിലോ ഒറ്റത്തവണയായോ വിവിധ സമയങ്ങളിലായോ 50 ലക്ഷം രൂപക്ക് മുകളിൽ തുക വന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ സോഴ്സ് അന്വേഷിച്ചും ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നതാണ്. അതിനും കൃത്യമായ രേഖകൾ കാണിച്ചാൽ മതി. പണത്തിന് കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകൾക്കും സോഴ്സ് കാണിക്കുന്നവർക്കും പരിധിയില്ലാതെ പണം അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാവുന്നതാണ്. ടാക്സ് അടയ്ക്കാത്തവർക്കും സോഴ്സ് കാണിക്കാത്തവർക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമ നടപടി നേരിടേണ്ടി വരും. അതിന് വലിയ പിഴയും അടയ്ക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണത്തിന്റെ ട്രാൻസാക്ഷനും സോഴ്സും കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലീഗലായ വ്യക്തമായ സോഴ്സ് കാണിക്കാൻ കഴിയുന്ന പണം പരിധിയില്ലാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ കഴിയും എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക. മാത്രമല്ല, ആദായ നികുതി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് 2 ലക്ഷം രൂപക്ക് മുകളിലുള്ള തുക കറൻസി ഇടപാടുകൾ നടത്താൻ സാധിക്കില്ല. ആദായ നികുതി നിയമം സെക്ഷൻ 269 ST പ്രകാരമാണ് ഈ പരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു ദിവസത്തെ പരിധിയാണിത്. അതായത് ഒരു വ്യക്തിക്ക് 2 ലക്ഷം രൂപക്ക് മുകളിലുള്ള തുക ഒരു ദിവസം ഇടപാട് നടത്താൻ സാധിക്കില്ല. 2 ലക്ഷം രൂപക്ക് മുകളിലുള്ള ഇടപാടുകളെല്ലാം ബാങ്ക് വഴി തന്നെ നടത്തണം. 2 ലക്ഷം രൂപക്ക് മുകളിലുള്ള തുക ഒരു ദിവസം ക്യാഷ് ആയിക്കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് മാത്രമല്ല സ്വീകരിക്കാനും സാധിക്കില്ല. പിഴ ഒഴിവാക്കുന്നതിന് ചെക്ക്, ബാങ്ക് ട്രാൻസ്ഫർ, UPI ഇടപാടുകൾ എന്നിവ മുഖാന്തരം പണം കൈമാറാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബന്ധുക്കളിൽ നിന്നുള്ള ഇടപാടിനും ഇത് ബാധകമാണ്. ഈ നിബന്ധനകൾ പാലിക്കാതെ ഇടപാട് നടത്തിയാൽ ഇടപാടിലെ മുഴുവൻ തുകയും പിഴയായി ഈടാക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു ജ്വല്ലറിയിൽ നിന്നും 3 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയ ഒരാൾക്ക് ഇതിന്റെ പണം മുഴുവനായും കറൻസിയായി നൽകാനാവില്ല. പകരം ചെക്ക് വഴിയോ കാർഡ് വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ കൈമാറേണ്ടതുണ്ട്.